നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ മൊണോപ്പൊളി അല്ലേ, രണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചു. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കർവ് അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ പഠിക്കുന്നു. പിന്നെ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇത്രയും, പിന്നെ എക്സസ് കപ്പാസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് അതുമാണ്. ഇത്രയാണ് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പഠിക്കുന്നത്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ക്യാരക്ടറിസ്റ്റിക് ഒരേ സമയം മൊണോപ്പൊളിയും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ രണ്ടും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ സിംഗിൾ പ്രോഡക്റ്റ് അല്ല, ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണുള്ളത്. മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാർക്കറ്റ് വെയർ ദ ഫേംസ് ക്യാൻ എൻറ്റർ ഫ്രീലി പ്രൊഡ്യൂസിങ് ഇറ്റ്സ് ഓൺ ബ്രാൻഡ് ഓർ എ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ മൊണോപ്പൊളി പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷനും സ്റ്റിഫ് കോമ്പറ്റീഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, അതുപോലെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്, കാരണം ഒരുപാട് ഫേംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് പലതരത്തിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് പല ഫേംസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫ്രീഡം ഓഫ് എക്സിറ്റ് ആൻഡ് എൻട്രി, ഏതൊരു ഫേമിനും കയറി വരാം, അതുപോലെ തന്നെ എക്സിറ്റ് ആവാം. സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്, അതായത് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റിലൂടെയാണ് ഓരോ ഫേംസും അവരവരുടെ പ്രോഡക്റ്റിനെ റിവീൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനോട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രോഡക്റ്റ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെല്ലിംഗ് കോസ്റ്റ് ധാരാളമായിട്ട് ഇൻകർ ചെയ്യുന്നത്. അടുത്തത് ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ല. ഈ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് നമ്മളിനി ഒലിഗോപ്പൊളി മാർക്കറ്റ് പഠിക്കും, അവിടെ ഈ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ല. ദെൻ 2 ഡയമെൻഷണൽ കോമ്പറ്റീഷൻ ആണ് ഇവിടെ ഉള്ളത്, കാരണം പ്രൈസ് കോമ്പറ്റീഷനും ഉണ്ട്, പിന്നെ എന്താണ് പ്രോഡക്റ്റിന്റെ കോമ്പറ്റീഷനും ഉണ്ട്. ഇനി കോൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചാമ്പർലിൻ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഫേംസ് ഇവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ആ ഗ്രൂപ്പിന്റെ ഒരു ഇക്വിലിബ്രിയം ആണ് ഇവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. അതുപോലെ ഫോളിംഗ് ഡിമാൻഡ് കർവ് ആണ് ഇവിടുത്തെ മറ്റൊരു ഫീച്ചർ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അതുപോലെ തന്നെ ഫേംസിന് എന്തില്ല, പെർഫെക്റ്റ് നോളജ് ഒന്നും തന്നെ ഒരു ഫേംസിനും ഇല്ല പരസ്പരം. ഇനി നമ്മൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് കർവ്, ഫോളിംഗ് ഡിമാൻഡ് കർവ്. സി ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ്. AR കർവ് എന്നും പറയുന്നതിന് ആവറേജ് റവന്യൂ കർവ് തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്, കാരണം പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് ഡിമാൻഡ് കർവിൽ വേരിയേഷൻ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ യൂഷ്വൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് തന്നെയാണ്. ഇതാണ് ഡിഫറൻസ്. ഇവിടെ ഈ മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് അകത്തേക്ക് ബെൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് നമ്മുടെ യൂഷ്വലി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഡിമാൻഡ് കർവ് ആണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ AR കർവ് എന്ന് പറയുന്നത്. രണ്ടിടത്തും AR കർവ് തന്നെയാണ് ഡിമാൻഡ് കർവ്, അല്ലെ ഡിമാൻഡ് കർവ് തന്നെയാണ് AR കർവ്. ഇനി ഇവിടെ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രൈസ്, മറ്റൊന്ന് നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, പിന്നെ അഡ്വർടൈസ്മെന്റ്. ഇത് ഇത്രയുമാണ് പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മറ്റേതുപോലെ തന്നെ MC=MR തന്നെയാണ് കണ്ടീഷൻ. ഇവിടെ നോക്കുക, അതുപോലെ MC ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ MC=MR ഉണ്ടായിരിക്കണം, അതുപോലെ MC MRനെ എന്ത് ചെയ്യണം, താഴെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ പോയിന്റാണ് ഇക്വിലിബ്രിയം പറയുന്നത്. ഇനി ഇത് നോക്കുക, ഇവിടെ ആവറേജ് കോസ്റ്റ് താഴെയാണ്, പ്രൈസ് എന്ന് പറയുന്ന ഹയർ പ്രൈസ്, PQ എന്നാണ് പ്രൈസ് അല്ലെ. അപ്പോൾ ഒരു ഹയർ പ്രൈസ് ആണ്, ആവറേജ് കോസ്റ്റിനേക്കാളും മുകളിലുള്ള പ്രൈസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫേമിന് ഇത്രയും ഈ ബ്ലൂ ഷെയ്ഡഡ് പോർഷൻ ആണ് ഇവർക്ക് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്. ഇപ്പൊ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ഇത് ഷോർട്ട് റണ്ണിലാണ് സിറ്റുവേഷൻ. അതുപോലെ ലോസ് സംഭവിക്കാം, ആവറേജ് കോസ്റ്റ് മുകളിലും പ്രൈസ് താഴെയും ആവുന്ന സിറ്റുവേഷൻ. ഇവിടെ TK ആണ് പ്രൈസ്, ഇക്വിലിബ്രിയം ഇവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ലോസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ. അതുപോലെ നോർമൽ പ്രോഫിറ്റും ഉണ്ടാകാം. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് കവർ ചെയ്യുന്ന പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി, ഇവിടെ എന്തുണ്ടായി, ലോസ് ഉണ്ടായി. ഇപ്പൊ നോർമൽ പ്രോഫിറ്റും ഉണ്ടാവും. പക്ഷെ ലോങ് റണ്ണിൽ ഈ ഫേംസ് എപ്പോഴും നോർമൽ പ്രോഫിറ്റ്, ഇതാണ് നോർമൽ പ്രോഫിറ്റ്. ഇത് ഷോർട്ട് റണ്ണിലും ഉണ്ടാവാം, പക്ഷെ ലോങ് റണ്ണിൽ എപ്പോഴും ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനേ ഇല്ല. ഉണ്ടാകുന്ന എന്താണ്, ഈ നോർമൽ പ്രോഫിറ്റ് തന്നെയാണ്. ജസ്റ്റ് LIC കവർ ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്.
നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് ഇവിടെ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഓഫ് ഓൾ ഫേംസ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം, ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. എല്ലാ ഫേംസിന്റെയും പ്രൈസ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം, പ്രൈസ് ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OM ആണ്, OP പ്രൈസ് ആണ്. അപ്പൊ ഈ പ്രൈസ് ഈ ഔട്ട്പുട്ട് റിലേഷൻ അല്ലെങ്കിൽ ഈ പ്രൈസ് ഈ ഔട്ട്പുട്ട് ഇക്വിലിബ്രിയത്തെയാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേമിന് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഫേമിന്റെ ARൽ വ്യത്യാസം വരുന്നു നമുക്ക് മനസ്സിലാക്കാം, MRൽ വ്യത്യാസം വരുന്നു. ഓക്കെ, ഷോർട്ട് റൺ ഗ്രൂപ്പ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം. നമ്പർ ഓഫ് ഫേംസിന്റെ ഇക്വിലിബ്രിയം ആണ് ഇവിടെ കാണിക്കുന്നത്, മറ്റേ നമ്മൾ ഇൻഡിവിജ്വൽ ഫേമിന്റെ ആണ് കാണിച്ചത്. അതുപോലെ തന്നെ ലോങ് റൺ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇവിടെ ഇൻഡസ്ട്രിക്ക് പകരം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ചാമ്പർലിൻ യൂസ് ചെയ്തേക്കുന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്ന സെല്ലിംഗ് കോസ്റ്റോടെ വരുമ്പോൾ ഉള്ള ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. ഇപ്പൊ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ അങ്ങനെയുള്ള കോസ്റ്റ് ഇൻക്രീ ചെയ്തിട്ട് ഫേം എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ, ഓരോ തവണയും സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീ ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. കാരണം കോസ്റ്റ് കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുന്നു. ആയിരുന്ന ഡിമാൻഡ് M1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്, അതായത് സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടാൻ പറ്റുന്നു, ആവറേജ് റവന്യൂ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് വീണ്ടും ഇവർ സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കോസ്റ്റ് കൂടുന്നു, ACC 2 ആവുന്നു. ആദ്യം APC ആയിരുന്നു, പിന്നെ ACC 1 ആയി, AC 2 ആയി. അപ്പോൾ ഇവിടെ കോസ്റ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഡിമാൻഡ് ഇങ്ങനെ കൂടുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഡിമാൻഡ് കൂടുന്നു, അതാണ് നമ്മളിവിടെ AR1, AR2, AR3 ഇട്ടേക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് എന്താണ് കോസ്റ്റ് കർവും ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമ്മൾ കമ്പയർ ചെയ്യാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇത് മൂന്നും കൂടെ ഉള്ള ഒരു കമ്പാരിസൺ നോക്കുവാണെങ്കിൽ മൂന്നും തമ്മിൽ സ്ട്രക്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ലൈക്ക് ഇവിടെ പ്രൈസ് മേക്കേഴ്സ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ് പ്രൈസ് മേക്കേഴ്സ് ആണ്, ഇവിടെ പ്രൈസ് ടേക്കർ ആണ്. അതുപോലെ മൊണോപ്പൊളിയിലും പ്രൈസ് മേക്കർ ആണ്. എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കർ ആണ്, മൊണോപ്പൊളിയിൽ പ്രൈസ് മേക്കർ ആണ് ഫേംസ്. അതേസമയത്ത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഓരോ ഫേംസും സ്വന്തം പ്രൈസ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള ഫേംസിനെ മറ്റുള്ള ഫേംസിന്റെ പ്രോഡക്റ്റിൽ നിന്ന് വേരിയേഷൻ ഉണ്ടെന്ന് വരുത്തിയിട്ടാണ് ഇവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ബിഹേവിയറൽ ഡിഫറൻസസും ഉണ്ട്. കാരണം പ്രൈസ് എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും അതുപോലെ തന്നെ മൊണോപ്പൊളിയിലും ഒക്കെ അവർ ഫിക്സ് ചെയ്യുന്ന ആയതുകൊണ്ട് അവർക്ക് പ്രൈസിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റില്ല ഫേംസിന്. ഇനി ഒപ്റ്റിമം കപ്പാസിറ്റി, സബ് ഒപ്റ്റിമൽ കപ്പാസിറ്റി. എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേം ആയിരിക്കും. അതേസമയത്ത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സസ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേം ആയിരിക്കും. അപ്പൊ അത് സബ് ഒപ്റ്റിമലിലാണ് വർക്ക് ചെയ്യുന്നത്. മൊണോപ്പൊളിയിൽ അതുപോലെ തന്നെ അവർക്ക് ഫിക്സ് ചെയ്യാം, അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പ്രൈസിനൊക്കെയാണല്ലോ വിൽക്കുന്നത്. അതുപോലെ സപ്ലൈ കർവ്, under perfect competition MC curve above the shutdown point is a short run supply curve. MC curve ആണ്. മൊണോപ്പൊളിയിലെ സപ്ലൈ കർവ് റിമെയിൻസ് ഇൻഡിറ്റർമിനേറ്റ് ആയി മാറുന്നു. MC is not the supply curve. MC കർവ് സപ്ലൈ കർവ് ആയിട്ട് മാറുന്നില്ല. ഇനി നമ്മൾ എക്സസ് കപ്പാസിറ്റി ആണ് പറയുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേംസ് എപ്പോഴും ഒരു എക്സസ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. കാരണം സെല്ലിംഗ് കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോൾ വേണേലും ഡിമാൻഡിൽ വേരിയേഷൻ ഉണ്ടാവാമല്ലോ. അപ്പം അങ്ങനെ ഡിമാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഔട്ട്പുട്ട് വേണ്ടേ. അപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സാധ്യത പരിഗണിച്ച് ഫേംസ് എപ്പോഴും എക്സസ് ആയിട്ട് എക്സസ് കപ്പാസിറ്റി ഇട്ടേക്കും, അല്ലെങ്കിൽ എക്സസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇതിനെയാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഉണ്ടോ, ഇപ്പൊ ഇത്രയും വരെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിലും ഫേം എന്ത് ചെയ്യുന്നു, ഇതിന്റെ മിനിമം പോയിന്റ് ഇതാണ് ഫോളിംഗ് പോർഷൻ. ഇവിടെ ആയപ്പോൾ തന്നെ അത് ഫേം ഇവിടെയാണ് ഇക്വിലിബ്രിയം ആവുന്നത്. പക്ഷെ ഇവിടെ വെച്ച് ഔട്ട്പുട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിലും ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല എന്നുള്ളൊരു ചാൻസ്. കാരണം
വേറെ ഫേംസ് എൻ്റർ ചെയ്യാമല്ലോ, അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത്രയാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.